ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള ജീവനുള്ള വിത്തുകൾ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണ് ഒരു ചെടിയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നത്, ആ ചെടികളുടെ വിത്തുകളുടെ വിതരണം എത്തരത്തിലാണ് നടക്കുന്നത്, മറ്റു ജീവികൾക്ക് ഈ വിത്തുകളുടെ വിതരണത്തിൽ എന്തെല്ലാം പ്രാധാന്യമുണ്ട് എന്നതിനെ കുറിച്ച്, ഒരു ജീവിയുടെ എങ്ങനെയാണ് പുതുതലമുറ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്, ഒരു സസ്യത്തിന്റെ പുതുതലമുറ എങ്ങനെ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാറ്. ഈ പാഠഭാഗം തുടങ്ങുന്നത് ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. കഥ നമുക്ക് വായിച്ചു നോക്കാം. അതെന്താ പറയുന്നത്: രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണം എന്ന് തോന്നി. ഒരു ദിവസം രാജാവ് കുട്ടികളെയെല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി. എല്ലാവർക്കും വിത്തുകൾ നൽകി. ഈ വിത്ത് മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ കൂട്ടത്തിൽ കർഷകബാലനായ പെണ്ണും ഉണ്ടായിരുന്നു. അവൻ വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. 3 മാസം കഴിഞ്ഞ് കുട്ടികളെല്ലാം പൂത്ത ചെടികളുമായി കൊട്ടാരത്തിൽ എത്തി. കാലിച്ചട്ടിയുമായി കൊട്ടാരത്തിലെത്തിയ പെണ്ണിനെ അവരെല്ലാം കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. പെണ്ണിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയി. ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകൾ ആയിരുന്നു. ഈ കഥയിൽ വലിയൊരു ഗുണപാഠം പറയുന്നുണ്ട്. അതായത് രാജാവ് പറയുന്നുണ്ട്, ജീവനുള്ള വിത്തുകളാണ് മുളക്കുക, ജീവനില്ലാത്ത വിത്തുകൾ എന്താവില്ല, മുളയ്ക്കില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ജീവനുള്ള വിത്തുകളാണോ ജീവനില്ലാത്ത വിത്തുകളാണോ മനസ്സിലാകുക? അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എന്താണ്? തെങ്ങിന്റെ കഥ വായിച്ചല്ലോ. ജീവനുള്ള വിത്തുകളെ മുളക്കുകയുള്ളൂ അല്ലേ? ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വൻമരങ്ങൾ വരെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ ശേഖരിക്കും. നിങ്ങൾക്കുള്ളൊരു ടാസ്ക് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടിന് ചുറ്റും പരിസരത്തും ധാരാളം ചെടികളുണ്ടാവും. അതിലെ വിത്തുകളൊക്കെ എന്ത് ചെയ്യുക, ശേഖരിക്കാം. പച്ചക്കറികളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറികൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുരു ഉണ്ടാവും, അത് അതിന്റെ വിത്തായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളിലേക്കാണെന്നുണ്ടെങ്കിൽ പൂക്കളിൽ മുകളിൽ പൂമ്പൊടിയിലൊക്കെ ഉണ്ടാവും വിത്തുകള്. പൂമ്പൊടിന്റെ അവിടെ ഉണ്ടാവും വിത്തുകൾ ഉണ്ടാവും. ചില ചെടികളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ വിത്തുകൾ എന്താണ് താഴ്ഭാഗത്ത് താഴേക്ക് എന്താണ് വിതരണം പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ടാവും. വെണ്ടക്കയുടെ കേസിലൊക്കെ നമുക്കറിയാം, വിത്തുകൾ പൊട്ടിത്തെറിച്ച് താഴത്തേക്ക് പോകലാണ്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ടാവും, ധാരാളം വെണ്ടക്കകളുണ്ട്. പിന്നെ പല ചെടികളും വിത്ത് വിതരണം വ്യത്യസ്ത രീതിയിലാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏരിയയിലുള്ള കോമൺ ആയിട്ടുള്ള ചെടികളിൽ നിന്ന് എന്ത് ചെയ്യുക, വിത്തുകൾ ശേഖരിക്കുക. എല്ലാ ചെടികളും വിത്തുകൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വളരുന്നത് എന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം മുരിങ്ങയില നമുക്കറിയാം വിത്ത് വിട്ടിട്ടും മുരിങ്ങയില ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മുരിങ്ങയിലേക്ക് വിത്ത് എന്നതിലുപരി എന്താണ്, തൈയാണുള്ളത്. മുരിങ്ങയുടെ തൈ അല്ലെങ്കിൽ മുരിങ്ങയുടെ കൊമ്പ് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, മുരിങ്ങ ഉണ്ടാക്കുന്നത്. അപ്പൊ പല ചെടികൾക്കും പല രീതിയിലാണ് അതിന്റെ പിന്നീടുള്ള വളർച്ച സാധ്യമാക്കുന്നത്. ചില ചെടികളിൽ വിത്ത് വിതരണം ചെയ്തിട്ടായിരിക്കാം, മറ്റു ചില ചെടികളാണെങ്കിൽ അതിന്റെ കൊമ്പ് അല്ലെങ്കിൽ അതിന്റെ തൈകളൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ഓക്കെ, വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ പറയാനാണ്. നിങ്ങൾ ഓരോ വിത്തുകളും നോക്കുക. അപ്പൊ അതിന്റെ സവിശേഷതകൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ചെടിയുടെ പേര് നമുക്കറിയാം, വ്യത്യസ്ത ഇനം ചെടികളുണ്ട്. അപ്പോൾ നമ്മളൊരു ചെടിയെ കൺസിഡർ ചെയ്തു, അതിന്റെ നിറം, അതുപോലെ വലിപ്പം, ആകൃതി, അതിന്റെ മറ്റു പ്രത്യേകതകൾ എന്ത് ചെയ്യുക, നോട്ടീസ് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ മത്തന്റെ കുരു അല്ലെങ്കിൽ കുമ്പളം അല്ലെങ്കിൽ ചീര, അതിന്റെയൊക്കെ കുരു എടുക്കുകയാണെങ്കിൽ, ചീരയുടെ കുരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നിറം എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമാണ്. വലിപ്പം വളരെ ചെറുതാണ്. ചീരയുടെ ചെറിയൊരു വലിപ്പത്തിലാണ് ചീര ഉണ്ടാവുക. നമ്മൾ ജീരകത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു മീഡിയം സൈസ് കുഞ്ഞു ഇതിലാണ് എന്ത് ചെയ്യുക, ചീരയുടെ വിത്ത് കാണപ്പെടുന്നത്. അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷേപ്പ് ഓവലിലാണ് എന്ത് ചെയ്യുക, ചീരയുടെ ഇത് കാണുന്നത്. മറ്റു പ്രത്യേകതകൾ നമുക്കറിയാം, കറുപ്പ് കളറിലാണ്, വളരെ ചെറിയ നേരിയ കുഞ്ഞു കുഞ്ഞു കുരുകളാണ് അതിൽ എന്ത് ചെയ്യുക, കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏരിയയിലുള്ള വിത്തുകളെ ശേഖരിച്ച് അതിന്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യുക, പട്ടികപ്പെടുത്തുക. ഓക്കെ, ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളക്കാറുണ്ട്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒക്കെ എന്താണ് വിത്തുകൾ കിട്ടും. ആ വിത്തുകളൊക്കെ നിങ്ങൾ കുഴിച്ചിടും. പക്ഷെ എല്ലാ വിത്തുകളും മുളക്കുന്നില്ല. ചില വിത്തുകൾ മാത്രമാണ് മുളക്കുന്നത്. അതിന് പിന്നിൽ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ ചില വിത്തുകൾക്ക് എന്തുണ്ടാവും, കേടുണ്ടാവും. സ്വാഭാവികമായിട്ടും ജനനം മുതൽ തന്നെ എന്താണ്, ആ വിത്തിന് എന്തെങ്കിലും ചെറിയ തരം മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ രണ്ടാമത് എന്ത് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ആ വിത്തിന് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ആ വിത്ത് മുളക്കാത്തതും മുളച്ചാൽ തന്നെ എന്താ നമുക്ക് കായ്ഫലങ്ങൾ ലഭിക്കാത്തതും അതിന്റെ കാരണമാണ്. അപ്പൊ നല്ല ഉൽപാദന ശേഷിയുള്ള വിത്തുകൾ കുഴിച്ചിട്ടാലാണ് എന്ത് ചെയ്യുക, നമുക്ക് പുതിയൊരു
സസ്യം അല്ലെങ്കിൽ പുതിയൊരു തലമുറയെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ഇവിടെ ഒരു പരീക്ഷണമുണ്ട്. നിങ്ങൾ 1ാം ക്ലാസ്സുകളിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ 2ലും 3ലൊക്കെ പഠിച്ചൊരു ടോപ്പിക്കാണിത്. നിങ്ങളും അത് പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കാൻ തോന്നുന്നു. കാരണം ഇപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട് അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. വിത്ത് മുളക്കാൻ വെള്ളം ആവശ്യമാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെള്ളം ആവശ്യമാണോ എന്ന് വിത്ത് മുളക്കാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലും പഞ്ഞിയിൽ വെള്ളം നനച്ചിട്ട് വിത്തിട്ടാണ്ട് ചിരട്ടയിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് എന്താണ് ചെറിയ രീതിയിൽ മുള വന്നിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെള്ളത്തിൽ പയറൊക്കെ നമ്മൾ തലേന്ന് കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ അത് എടുക്കാതെ നിന്നെങ്കിൽ അതും എന്താണ് അതിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്ത് അതിലും എന്താണ് മുള വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പഞ്ഞിയിൽ എന്താണ് ചെറിയ തോതിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ എന്താണ് വിത്ത് മുളക്കുന്നെന്ന് പറഞ്ഞ് നനച്ച പഞ്ഞി വെച്ചാലും നനക്കാത്ത പഞ്ഞി, അതൊരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതെപ്പോഴും ഓർമ്മ ഉണ്ടാവും. ഓക്കെ, വിത്ത് മുളക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? വിത്ത് മുളക്കാൻ നമ്മൾ പറഞ്ഞു വെള്ളം വേണം. വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ആണോ എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പറയാം. അതുപോലെ തന്നെ എന്താണ് മണ്ണ് വേണം, പിന്നെ സൂര്യപ്രകാശം വേണം, അല്ലെ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് ഇങ്ങനെ കണ്ടെത്താം. അതൊരു പരീക്ഷണമാണ് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർവിത്തുകൾ അതിൽ ഇടുക. നനഞ്ഞ മണ്ണെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, പയർവിത്തുകൾ ഇടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ എന്താണ് വെള്ളം നിൽക്കണം. ഓക്കെ, നിങ്ങൾ എന്താണ് മണ്ണിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് വിത്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ മുളക്കാൻ അനുവദിക്കുക. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ചെറിയ തോതിൽ എന്താണ് അവിടെ മുള വരാനുള്ള എന്താണ് ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കുറേ വേണമെന്നില്ല, കുറഞ്ഞ വെള്ളത്തിൽ പോലും, അതാണ് നമ്മൾ എക്സാമ്പിൾ വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ എന്താണ് കുറഞ്ഞ വെള്ളം മതിയോ അതോ നല്ലോണം വെള്ളം വേണോ എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയണം വെള്ളം ആവശ്യമാണോ അല്ലയോ എന്ന്. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തെല്ലാമാണ് പ്രധാന ഘടകങ്ങൾ? മണ്ണ് വേണം, ജലം വേണം, വായു വേണം, സൂര്യപ്രകാശം വേണം. മണ്ണ് അത്യാവശ്യമാണോ അല്ലെങ്കിൽ വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മണ്ണിന്റെയും അതുപോലെ തന്നെ ജലത്തിന്റെയും ഘടകം അത്യാവശ്യമാണ് എന്നത് ഈ ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ റിസൾട്ട്, പരീക്ഷണ റിസൾട്ടുകൾ അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്തിട്ട് വരിക. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് മണ്ണ് എങ്ങനെയാണ് പരീക്ഷണം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് മണ്ണെടുത്ത് അതിൽ എന്ത് ചെയ്യുക, കുറച്ച് നനവാണ് വേണ്ടത്. കുറഞ്ഞ നനവുള്ള മണ്ണെടുക്കുക. അതിനുശേഷം അതിലേക്ക് വിത്തിടുക. അതിനുശേഷം അത് നിരീക്ഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? അതിലൂടെ നമുക്ക് എന്താണ് ജലത്തിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കും. ജലം എത്രത്തോളം ഞാൻ പറഞ്ഞു പഞ്ഞിയിൽ ചെയ്യുന്ന എക്സ്പെരിമെന്റ്, ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണിത്. വിത്ത് മുളക്കാൻ മണ്ണ് ആവശ്യമുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്തും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, മണ്ണില്ലാതെ വെച്ച വിത്ത് മുളക്കുവോ എന്ന് പരിശോധിച്ചാൽ പോരെ. അതായത് ഒരു ചില്ല് ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞിയെടുത്ത് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കുക. നനഞ്ഞ പഞ്ഞിയെടുത്തു, അതിനുശേഷം എന്താണ് അതിൽ വിത്ത് വെച്ച് 2-3 ദിവസത്തിന് ശേഷം എന്താണ് വിത്ത് മുളക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിത്ത് മുളക്കോ മുളക്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കണം. അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി അടുത്തത് വിത്ത് മുളക്കാൻ ജലം ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, കുതിർന്ന മണ്ണ്, കുറച്ച് നനവുള്ള മണ്ണെടുത്ത് അതിൽ എന്ത് ചെയ്യുക, വിത്ത് മുളപ്പിച്ച് നോക്കി. നമ്മൾ 2 എക്സ്പെരിമെന്റ് ആണ് ഇപ്പൊ ചെയ്തത്. ഒന്ന് ജലം ആവശ്യമുണ്ടോ എന്ന് കണ്ടെത്താൻ, രണ്ടാമത് മണ്ണിന്റെ ആവശ്യകത കണ്ടെത്താൻ വേണ്ടിയിട്ട്. ജലത്തിന്റെ ആവശ്യകത കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പഞ്ഞി എടുത്ത് മണ്ണെടുത്ത് എന്താ കുറച്ച് വെള്ളം കുതിർത്തതിന് ശേഷം നനവുള്ള മണ്ണെടുത്ത് അതിലെന്ത് ചെയ്യും, വിത്തുകൾ വെച്ചു. പിന്നീട് നമ്മൾ മണ്ണിന്റെ ആവശ്യകത എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നനഞ്ഞ പഞ്ഞി എടുത്ത് എന്ത് ചെയ്യും, അതിലെന്ത് ചെയ്യും, വിത്തുകൾ ഇട്ടു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് എന്താണ്, അതിനെ ബേസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കും മണ്ണ് ആവശ്യമുണ്ടോ ജലം ആവശ്യമുണ്ടോ എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വിത്ത് മുളക്കാൻ ആവശ്യമാണ്. അതിന്റെ ഘടകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കാൻ സുതാര്യമായിട്ട് ഒരു ഗ്ലാസ് സ്റ്റീലിൽ എന്ത് ചെയ്യുക, നമ്മൾ അടച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, വിത്ത് മുളപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അപ്പൊ അത് മുളക്കുമോ മുളക്കില്ല എന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിന്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നുള്ളത് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അതിന്റെ എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞുതരാം.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയാണ് എക്സ്പെരിമെന്റ്. 3 എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഒന്ന് വിത്ത് മുളക്കാൻ വെള്ളത്തിന്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ജലത്തിന്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ. ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കുതിർത്ത മണ്ണിൽ എന്ത് ചെയ്യുക, വിത്തിട്ട് വെക്കുക. അപ്പം എന്താ, അതിന് ജലത്തിന്റെ അത്യാവശ്യമുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നനഞ്ഞ പഞ്ഞി എടുത്തതിന് ശേഷം അതിലേക്ക് വിത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ മുളപ്പിക്കാൻ സമ്മതിക്കുക. അപ്പൊ മണ്ണിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഇരുണ്ട മുറിയിൽ അല്ലെങ്കിൽ അടച്ചു വെച്ച് വിത്ത് മുളപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്ന്. ഈ 3 കാര്യങ്ങളും, ഈ 3 പരീക്ഷണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. നിങ്ങൾ അത് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യാം, എനിക്ക് കാണിച്ചു തരണം. ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒന്നും കൂടി എന്ത് ചെയ്യുക, ഓർമ്മയിൽ നിൽക്കാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, വിത്ത് മുളയ്ക്കൽ. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്തമായ വിത്തുകൾ മുളക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യാസമാണ്. നിങ്ങൾക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടിലേക്ക് എത്താം. ഇത് എന്താ പറഞ്ഞിട്ടില്ലേ, വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ 3 പരീക്ഷണങ്ങൾ ചെയ്തു. ഇതിന്റെ അംശമുണ്ട്. ഒരു സമയത്ത് നമ്മൾ കുറച്ച് മണ്ണ് യൂസ് ചെയ്തു, ഒരു സമയത്ത് എന്താണ് നമ്മൾ നനഞ്ഞ പഞ്ഞിയാണ് യൂസ് ചെയ്തത്. അപ്പോഴൊക്കെ എന്താണ്, ജലത്തിന്റെ അംശം അവിടെ ഉണ്ട്. അതായത് വിത്ത് മുളക്കാൻ എന്താണ്, ജലം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. മണ്ണ് അത്യാവശ്യമല്ല എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലായി. നമ്മൾ പഞ്ഞിയിൽ വിത്ത് മുളപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മണ്ണിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുണ്ട ഘട്ടത്തിൽ, അതായത് അടച്ചു വെച്ച സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് മുളപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ആ വിത്ത് മുളച്ചതായിട്ടാണ് കാണപ്പെടുക. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി, സൂര്യപ്രകാശം എന്താണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം അല്ല എന്ന് മനസ്സിലാക്കി. ഓക്കെ, വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്നുള്ളത് എന്താണ്, ജലമാണ്. സൂര്യപ്രകാശം, മണ്ണ് എന്ന അത്തരം അത്യാവശ്യമായിട്ടുള്ള ഘടകം അല്ല. കാരണം വിത്തുകൾ സൂര്യപ്രകാശത്തിന്റെയും മണ്ണിന്റെയും അഭാവത്തിലും എന്താണ്, മുളക്കാൻ ചാൻസ് ഉണ്ട്. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യാസമാണ്. അതായത് നമ്മൾ പറഞ്ഞു, ജലം അത്യാവശ്യമാണ്, അതുപോലെ തന്നെ താപനിലയും ഉണ്ട്, അതുപോലെ തന്നെ വായുവിന്റെ അഭാവം എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്തിന്, വിത്ത് മുളക്കാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു വിത്ത് മുളക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകമാണ് എന്ത്, ജലം, വായു, താപനില. ഇത് 3 എന്താണ്, ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ജലത്തിന്റെ അംശം നിർബന്ധമാണ്, അതുപോലെ തന്നെ വായു വേണം, താപനിലയും വേണം. പല വിത്തുകൾക്കും താപനില ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അതിന്റെ പ്രത്യേക താപനില ഉണ്ടായാൽ മാത്രമേ വിത്തുകൾ മുളക്കുകയുള്ളൂ. എന്നാൽ സൂര്യപ്രകാശവും അതുപോലെ തന്നെ മണ്ണിന്റെ അഭാവത്താലും എന്താണ്, മണ്ണ് അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ ഒക്കെ അഭാവത്താൽ എന്തുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്, വിത്ത് മുളക്കാനുള്ള ചാൻസ് ഉണ്ട്. മണ്ണും സൂര്യപ്രകാശവും ആവശ്യമെന്ന് നിർബന്ധമില്ല. അതില്ലെങ്കിലും എന്താണ്, വിത്ത് മുളക്കും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതാണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ, എന്താണ് പറഞ്ഞത്, വിത്ത് മുളക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളക്കാൻ ആവശ്യമാണ്. വ്യത്യസ്തമായ വിത്തുകൾ മുളക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും എന്താണ്, വ്യത്യാസമാണ്. ഇനി അടുത്ത് പറഞ്ഞു, വിത്തിനുള്ളിലെ ജീവൻ. എങ്ങനെയാണ് ഒരു വിത്ത് മുളക്കുന്നത്, വിത്തിനുള്ളിൽ ഉണ്ടാകുന്ന ജീവൻ എങ്ങനെയാണ് വളരുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ഇതൊരു വിത്താണ്, മണ്ണിൽ വളരുകയാണ്. അത് നമ്മൾ മണ്ണിലിട്ടു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, വേര് വരും, അതാണ് ബീജമൂലം അഥവാ ബീജമൂലം വരും. പിന്നെ അതിനുശേഷം എന്താണ്, ബീജമൂലം മുകളിലേക്ക് വരും, താഴേക്ക് എന്താണ്, അവിടെ വേര് വരുന്നുണ്ട്, പിന്നെ ബീജപത്രം വരുന്നുണ്ട്. അപ്പോഴേക്കാണ് വേര് ഒന്നുകൂടി നല്ലോണം ഡെവലപ്പായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം ബീജശീർഷം വരും. ബീജശീർഷത്തിൽ നിന്നാണ് ഇലകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്, ബീജശീർഷത്തിൽ നിന്നും. ബീജമൂലത്തിൽ നിന്നെന്താണ്, നമ്മൾ വേര് വരുന്നതാണ് ബീജമൂലത്തിൽ നിന്നാണ്. പിന്നെ ബീജപത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ വിത്തിന്റെ ഭാഗമാണ്.
ബീജശീർഷത്തിൽ നിന്നാണ് ബാക്കി ഇലകളും തണ്ടുകളും ഒക്കെ എന്താണ് വരും. ഓക്കെ, ആദ്യം എന്താണ് ബീജമൂലം ഉണ്ടാകും അഥവാ റാഡിക്കൽ, അതിനുശേഷം ബീജപത്രം ഉണ്ടാകും, അങ്ങനെ താഴത്തേക്ക് വേരുണ്ടാകും, പിന്നെ മുകളിൽ ബീജശീർഷം ഉണ്ടാവും, ബീജശീർഷത്തിൽ നിന്ന് ഇലകളും തണ്ടുകളും ഉണ്ടാകും, ബീജമൂലത്തിൽ എന്താണ് വേരും ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുക. 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങൾ, അതായത് 1, 2, 3, 4, 5 ദിവസം കൊണ്ടാണ് ഒരു വിത്തിന്റെ മാറ്റമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ എക്സ്പെരിമെന്റലി ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യണം. ഓക്കെ, ഓക്കെ, ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് എന്തെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശവും ജലവും മണ്ണും അത്യാവശ്യമല്ല, എന്നാൽ കൂടി നല്ല ഒരു ചെടിക്ക് സൂര്യപ്രകാശവും ജലവും വായുവും മണ്ണും എന്താണ് ആവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഏതെല്ലാം ഘടകങ്ങളാണ് ചെടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായതെന്ന് പറഞ്ഞു. ജലം, സൂര്യപ്രകാശം വേണം, മണ്ണ് വേണം, വായു വേണം, ഒരു പ്രത്യേക താപനിലയും വേണം. ഇതുണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു സസ്യം പൂർണ്ണമായിട്ടുള്ള വളർച്ചയിലേക്കും അതിന്റെ വിത്ത് മുളക്കാനും സാധിക്കുകയുള്ളൂ. എന്നാൽ മണ്ണിന്റെയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിലും വിത്ത് മുളക്കും. എന്നാൽ കൂടി സൂര്യപ്രകാശം അതിന്റെ എല്ലാ ഘടകങ്ങളും ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ള ഒരു വിത്ത് ഉൽപാദനം വിത്ത് മുളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പറഞ്ഞ മണ്ണിന്റെ അഭാവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് മുളക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചെടികൾ നല്ല രീതിയിൽ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിന് പകരം മറ്റു കാര്യങ്ങൾ എന്താണ് ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മണ്ണിന് പകരം മറ്റ് പോഷക ലായനികളിൽ നമ്മൾ എന്ത് ചെയ്യുക, സസ്യങ്ങൾ വളർത്താൻ അല്ലെങ്കിൽ അതിന്റെ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് പുതിയ സസ്യ തലമുറ ഉണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു നൂതന സാങ്കേതിക വിദ്യ പേരാണ് ഹൈഡ്രോപോണിക്സ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ളത്? ഹൈഡ്രോപോണിക്സ് ഇതാണ് എന്ത് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ മെത്തേഡ്. അതായത് ഇതൊരു നൂതന കൃഷി രീതിയാണ്. മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്നതാണ് ഈ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ ഈ മെത്തേഡ്. കാരണം ചിലയിടങ്ങൾ നമുക്കറിയാം നല്ല മണ്ണ്, വളക്കൂറുള്ള മണ്ണും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു മെത്തേഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, വളരെ കുറഞ്ഞ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറഞ്ഞു ഒരു പയർ ചെടിയുടെ കേസാണ്. ചെടികൾക്ക് ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തന ഫലമായിട്ടാണ് ചെടികളിൽ എന്ത് നിർമ്മിക്കുന്നത്, ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു വിത്ത് മുളച്ച ഉടനെ തന്നെ നമുക്ക് എന്ത് വരില്ല, ഇല വരില്ല. അപ്പൊ ആ സമയത്തും എന്താണ് അവിടെ ആഹാരം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ബീജപത്രത്തിൽ അഥവാ കോട്ടിലിടയിൽ വെച്ചിട്ടാണ്. ഈ ബീജപത്രത്തിലാണ് എന്ത് ചെയ്യുക, ആ സമയങ്ങളിൽ ആഹാരം നിർമ്മിക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും മറ്റു ലവണങ്ങളും കിട്ടുന്നുണ്ട്. പിന്നീട് ചെടി വളർച്ചയിലെത്തുന്ന സമയത്ത് പത്രം വളർന്ന് അതിൽ നിന്നും എന്തുണ്ടാവും നമ്മൾ പറഞ്ഞു, ഇലയും തണ്ടും വേരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. പിന്നീട് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് അവിടെ ആഹാര നിർമ്മാണം നടക്കും. അതിനു മുമ്പ് ബീജപത്രത്തിൽ നിന്നുള്ള ആഹാരമാണ് എന്ത് ചെയ്യുക, ചെടിയുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. ഒരു ചെടി വളരുന്തോറും ബീജപത്രത്തിന് എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോളത്തിലെ ബീജപത്രം നോക്കൂ. ചോളത്തിലെ ബീജപത്രമാണ് കാണിച്ചിട്ടുള്ളത്. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണാം. പയർ വിത്തിൽ നമുക്ക് 2 ബീജപത്രങ്ങൾ കാണാം. എന്നാൽ ചോളത്തിൽ എന്താണ്, ഒരു ബീജപത്രമാണ് കാണുന്നത്. ബീജപത്രത്തോട് ചേർന്ന് കിരണപ്പെടുന്ന ഭാഗമാണ് ബീജാന്നം അഥവാ എൻഡോസ്പേം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാക്കുന്നു. ഒരു ബീജപത്രം മാത്രമാണെങ്കിൽ അതിന്റെ വിത്ത് മുളച്ചിട്ട് എന്താണ് ഇലയുണ്ടാകുന്നു. ഇതുവരെ ചെടിക്കുള്ള ആഹാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? ബീജപത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ബീജാന്നം. നമ്മൾ പറഞ്ഞു ബീജപത്രത്തിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ബീജാന്നം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ആഹാരം ആ സസ്യത്തിന് ലഭിക്കുന്നത്. ഇത് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ സംശ്ലേഷണ ഫലമായാണെന്ന് പറഞ്ഞു. എന്നാൽ വിത്ത് മുളക്കുന്ന ആരംഭഘട്ടത്തിൽ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ആഹാരം
ലഭ്യമാക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആണ് ബീജപത്രത്തിൽ കിടക്കുന്ന ബീജാണുത്തിലോ അല്ലെങ്കിൽ ബീജപത്രത്തിലോ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് സസ്യങ്ങളുടെ തുടർ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം നൽകാൻ സഹായിക്കുന്നത്. ഓക്കെ, ഒരു വിത്ത് മുളക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നിരീക്ഷിക്കാനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിൽ പയറ്, അതുപോലെ തന്നെ ചെറുപയർ, കടലകൾ, അങ്ങനെ പയർവർഗ്ഗങ്ങളൊക്കെ തലേന്ന് കുതിർത്ത് വെക്കാറുണ്ട്. അത് 2 ദിവസം എക്സ്ട്രാ നമ്മൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലെ പല ഇതിലും വിത്ത് മുളക്കുന്നതിന്റെ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം, വീടുകളിൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഇത് അതിന്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഓക്കെ, വിത്ത് മുളക്കൽ അഥവാ സീഡ് ജെർമിനേഷൻ. വിത്ത് മുളക്കൽ അഥവാ സീഡ് ജെർമിനേഷൻ. എന്താണ് വിത്ത് മുളക്കൽ? വിത്ത് കുതിർന്ന് പുറംതോട് പൊട്ടുന്നു. അങ്ങനെ എന്താ സംഭവിക്കുക? ആദ്യം എന്താണ്, നമുക്കറിയാം വിത്തിന് എന്തുണ്ടാകും, ഒരു പുറംതോട്. അതിന്റെ ആ പുറംതോട് പൊട്ടും. അതിനുശേഷം ആദ്യം ബീജമൂലം ഉണ്ടാകും, പിന്നീട് ബീജശീർഷം. ആദ്യം എന്താണ് ബീജമൂലം ഉണ്ടാവുക. ഈ ബീജമൂലം താഴത്തേക്ക് എന്താണ് വേരായിട്ട് വളരും. പിന്നീട് ബീജശീർഷം ഉണ്ടാകും. ബീജശീർഷം പിന്നീട് എന്താണ് ഇലകളും തണ്ടുകളുമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വിത്ത് വളർന്ന് ഒരു ചെടിയാകുന്നത് എന്നാണ് നാം പറഞ്ഞത്. വിത്ത് ആദ്യം അതിന്റെ പുറന്തോട് പൊട്ടും. അതിനുശേഷം ബീജമൂലം ഉണ്ടാകും. ഈ ബീജമൂലം താഴത്തേക്ക് വളർന്ന് എന്തായിട്ട് മാറും, വേരായിട്ട് മാറും. പിന്നീട് ബീജശീർഷം ഉണ്ടാകുന്നു. ഈ ബീജശീർഷം ചെടിയുടെ എന്തായിട്ട് മാറുന്നു, തണ്ടും ഇലയുമായിട്ട് മാറുന്നു. അങ്ങനെ പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാണുത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഇതൊരു വിത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, വിത്തായിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യം എന്താണ്, ആ വിത്തിൽ നിന്നും ഇവിടെ ബീജമൂലം വളരും. ആ ബീജമൂലം വേരായിട്ട് മാറും. അതിൽ നിന്ന് എന്താണ് ബീജശീർഷം ഉണ്ടാകും. ഈ ബീജശീർഷം പിന്നീട് ബീജശീർഷം ഒന്നുകൂടി ഉണ്ടാവും. വർക്കൊക്കെ വേര് വളരുന്നു. ഈ ബീജശീർഷം പിന്നീട് എന്താണ് അല്ലെങ്കിൽ തണ്ടൊക്കെ എനിക്ക് ചേർക്കാൻ അറിയില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനത് അപ്പിച്ചെടുത്ത് റെപ്രസെന്റേഷൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇതാണ്. അതായത് ആദ്യം എന്താണ്, ഒരു വിത്ത് ഉണ്ടാകും. ആ വിത്തിൽ നിന്നും എന്തുണ്ടാകും, ബീജമൂലം ഉണ്ടാകും. ബീജമൂലം താഴേക്ക് വളർന്ന് വേരായിട്ട് മാറും. അതിൽ നിന്നും എന്താണ് ബീജശീർഷം ഉണ്ടാകും. ഈ ബീജശീർഷത്തിൽ നിന്ന് എന്തുണ്ടാവും, ഇലകളും തണ്ടുകളും ഉണ്ടാകും. ഓക്കെ, ആദ്യം ബീജമൂലം ഉണ്ടാകും, പിന്നീട് ബീജശീർഷം ഉണ്ടാകും. ബീജശീർഷത്തിൽ നിന്ന് എന്താണ് ഇലകളും തണ്ടുകളും ഉണ്ടാകും. പിന്നെ ബീജപത്രം പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് എന്ത് ആഹാര സംഭരണം നടക്കുന്നത്. അതിനോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ബീജാണ്ഡം. അവിടെ വെച്ചിട്ടാണ് പൂർണ്ണ വളർച്ചയെത്താത്ത വിത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യുക, സസ്യങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാണുത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു എല്ലാ ചെടികളും വിത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല. ചില ചെടികളിൽ നമ്മൾ എന്തെല്ലാം കൊമ്പുകൾ, അതേപോലെ അതിന്റെ തൈ കുഴിച്ചിട്ട് കാണാൻ എന്ത് ചെയ്യാം, അതിന്റെ പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങയില. മുരിങ്ങയിലൂടെ കൊമ്പ് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ ഒരു മുരിങ്ങയില ഉണ്ടാക്കും. റോസാ ചെടി, ചെമ്പരത്തി ഒക്കെ എന്താണ് ഒരു പുതിയ കൊമ്പ് പിന്നീട് അത് മുറിച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുതിയൊരു ചെടി ഉണ്ടാക്കും. ഓക്കെ, അതൊക്കെ അതിന് എക്സാമ്പിൾ. കരിവേപ്പിന്റെ ഇലയാണെങ്കിൽ അതിന്റെ തൈയാണ് നമ്മൾ എടുക്കുക. അതിന്റെ തൈ കുഴിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു കറിവേപ്പില തൈ ഉണ്ടാക്കും. എന്നാൽ മത്തൻ, കുമ്പളം, വെള്ളരി പോലുള്ളവയ്ക്ക് എന്താണ്, പയറൊക്കെ എന്താണ്, നമ്മൾ എന്താണ് അതിന്റെ വിത്ത് മുളപ്പിച്ചതിന് ശേഷം തൈയാക്കും. വിത്ത് മുളപ്പിച്ചാണ് എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയ തലമുറ ഉണ്ടാക്കുന്നത്. ഓക്കെ, കൃഷ്ണകിരീടം അതൊക്കെ അതിന്റെ കൊമ്പ് കുത്തിയാലുണ്ടാവും. ഇലമുളച്ചി ഇതിന്റെ ഇലയിൽ നിന്നാണ്. അങ്ങനെ പല ചെടികളും
പല രീതിയിലാണ് വളരുന്നത്. സ്വാഭാവികമായിട്ടും വിത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം വിത്ത് തന്നെയാണ്. എന്നാൽ ചില ചെടികളിൽ വിത്ത് അല്ലാതെ അതിന്റെ കൊമ്പ് അതിന്റെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ സസ്യത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് മുരിങ്ങയില, റോസാപ്പൂ. ഓക്കെ, ഞാൻ ടോപ്പിക് ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ഞാൻ അത്ര വരെ ഞാൻ കരുതിയിട്ടുള്ളൂ. അടുത്ത ടോപ്പിക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഒന്നുകൂടി ഞാൻ റിവേഴ്സ് ചെയ്യാം. ഇതാണ് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറാണ്, അത് എനിക്കും ബോറാണ്. നമ്മൾ പറഞ്ഞു വിത്തിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു. വ്യത്യസ്ത നിറമുണ്ടാവും, വലിപ്പമുണ്ടാവും, ആകൃതിയുള്ള വിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 3 പരീക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വീടുകളിൽ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു തരണം. അപ്പൊ നിങ്ങൾക്ക് എന്താവും, ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. ആദ്യം പറഞ്ഞ പരീക്ഷണം നമ്മൾ എന്ത് ചെയ്യുക, കുറഞ്ഞ അളവിൽ ഈർപ്പമുള്ള മണ്ണെടുക്കുക, അതിനുശേഷം അതിലേക്ക് വിത്തിട്ട് അതിനെ മുളപ്പിക്കുക. രണ്ടാമത് പറഞ്ഞത് നമ്മൾ നനവുള്ള പഞ്ഞി എടുത്ത് അതിലേക്ക് വിത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ മുളപ്പിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഒരു എക്സ്പെരിമെന്റ് മുഴുവനാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പട്ടിക നമുക്ക് എന്ത് ചെയ്യുക, പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ വിത്ത് മുളക്കുന്ന സന്ദർഭം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പരീക്ഷണങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 3 പരീക്ഷണങ്ങളുടെ റിസൾട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ എനിക്ക് കാണിക്കണം. ഓക്കെ, പിന്നെ വിത്ത് മുളക്കാൻ നമ്മൾ പറഞ്ഞു ജലം ആവശ്യമാണ് എന്ന് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കും. മണ്ണിന്റെയും സൂര്യപ്രകാശത്തിന്റെയും അഭാവത്തിലും വിത്ത് മുളക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും പറ്റും. എന്നാൽ കൂടി വായു താപനിലയും എന്താണ് വിത്ത് മുളക്കാൻ ആവശ്യമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്നും അനുമാനിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വിത്ത് എങ്ങനെയാണ് ഒരു വിത്ത് മുളക്കുന്നത്. ആദ്യം അതിന്റെ പുറന്തോട് പൊട്ടും, അതിൽ നിന്നും ബീജമൂലം ഉണ്ടാകും. ബീജമൂലം താഴത്തേക്ക് വളർന്ന് വേരായിട്ടും അതുപോലെ തന്നെ അവിടെ ബീജപത്രം ഉണ്ടാകും. ബീജപത്രം എന്ന് പറഞ്ഞാൽ അതായത് അവിടെ ഉണ്ടാകുന്ന ആഹാരം സംഭരിച്ചു വെക്കുന്നത് ബീജപത്രത്തിലാണ്. സസ്യത്തിന്റെ പിന്നീടുള്ള വളർച്ചയ്ക്കുള്ള ആഹാരം അവിടെ സംഭരിക്കുന്നത് ബീജപത്രത്തിലാണ്. ആ ബീജപത്രത്തിൽ നിന്നാണ് ആഹാരം അതിന് ലഭ്യമാക്കുന്നത്. പൂർണ്ണ വളർച്ചയ്ക്കെത്തി പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ആഹാരം ബീജപത്രത്തിൽ നിന്നാണ് അതിന് ലഭ്യമാകുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ബീജശേഷം അത് മുകളിലേക്ക് വളർന്ന് ഇലയും തണ്ടുമായിട്ട് എന്താണ് വളർന്നു. അങ്ങനെ ഒരു ചെടി പൂർണ്ണ വളർച്ചയിലെത്തുന്നു. ഇലകൾ വളർന്നു കഴിഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായിട്ട് പിന്നീട് പ്രകാശ സംശ്ലേഷണം നടക്കും. നമ്മൾ പറഞ്ഞു എന്താണ് പ്രകാശ സംശ്ലേഷണം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ ആഹാര നിർമ്മാണം നടക്കുന്നു. ഇലകളിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആഹാര നിർമ്മാണം നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസും ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്താണ് പ്രകാശ സംശ്ലേഷണം. അതിന് ഹരിതകം എ, ഹരിതകം ബി, കുറച്ച് ഹരിതകം എ അതായത് ക്ലോറോഫിൽ, സാന്തോഫിൽ, കാരോട്ടിൻ, ആൻഡോസയനിൻ തുടങ്ങിയ വർണ്ണങ്ങൾ എന്താണ് സൂര്യപ്രകാശത്തിൽ എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തവരെന്ത് ചെയ്യുക, ഒന്നും കൂടി ആ ക്ലാസ് കേട്ടതിന് ശേഷം ഈ ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ആഹാര നിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ പുതിയ സസ്യങ്ങൾ എന്താണ് പൂർണ്ണ വളർച്ചയിലേക്ക് വളരുക എന്ന് പറഞ്ഞു. മണ്ണിന്റെ ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞു. സോ മണ്ണില്ലാതെ തന്നെ ചെടികളെ വളർത്തുന്ന നൂതന രീതിയായിട്ടുള്ള ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വിത്തുകളും അതേപോലെ തന്നെ സസ്യങ്ങളും എന്താ പോഷക ലായനിയിലാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. പോഷക ലായനിയിലെ സസ്യങ്ങൾ വളർത്തുന്ന ഒരു രീതിയായിട്ടുള്ള ഹൈഡ്രോപോണിക്സ് എന്ന നൂതന സാങ്കേതിക വിദ്യയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ബീജപത്രം അതേപോലെ ബീജാന്നം രണ്ട് വ്യത്യസ്ത ചെടികളിലെ ബീജാന്നത്തെയും ബീജപത്രത്തെയും നമ്മൾ നോട്ടീസ് ചെയ്തു. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു വിത്ത് മുളക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. വിത്തിന്റെ പുറന്തോട് പൊട്ടും, ബീജമൂലം ഉണ്ടാകും, ബീജമൂലത്തിൽ നിന്നും വേരും, പിന്നീട് ബീജപത്രം ഉണ്ടാകും. ബീജപത്രത്തിലാണ് ആഹാര സംഭരണം. ബീജശേഷം മുകളിലേക്ക് വളർന്ന് ഇലയും വേരും തണ്ടുമായിട്ട് മാറുന്നു എന്ന കാര്യം നമ്മൾ പറഞ്ഞു. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജാന്നത്തിലോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആഹാരമാണ് ഇലകൾക്ക് ലഭ്യമാക്കുന്നത് പറഞ്ഞു. വിത്തിൽ നിന്ന് അല്ലാതെയും എന്താണ് സസ്യങ്ങൾ വളരാമെന്ന് പറഞ്ഞു. ചില സസ്യങ്ങൾ അതിന്റെ കൊമ്പും തൈയും എന്താ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സസ്യങ്ങൾ ലഭ്യമാകും എന്നതിനെ കുറിച്ചും നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ടോപ്പിക് പറയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് എങ്ങനെയെല്ലാമാണ് വിത്ത് വിതരണം നടക്കുന്നത് നമ്മൾ പറഞ്ഞു. വിത്ത് വിതരണത്തിന് പ്രധാനമായിട്ടും ആരെല്ലാമാണ് സഹായിക്കുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഏതെല്ലാം രീതിയിലാണ് വിത്ത് വിതരണം നടക്കുന്നത്. കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും വിത്ത് വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ ജന്തുക്കളിലൂടെയാണ് വ്യത്യസ്ത ചെടികളിൽ നടക്കുന്നുണ്ട്. അത് ആ ചെടികളിൽ അത്തരത്തിൽ നടക്കാനുള്ള പ്രത്യേകതകൾ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാനുള്ള
കാരണം നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 ടൈപ്പ് ഇലകളാണിത്. ഇത്തരത്തിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഇലകളാണ്. നിങ്ങൾ അടുത്ത ക്ലാസ്സുകളിലും വേറെ വ്യത്യസ്ത രീതിയിലുള്ള ഇലകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അതിന്റെ പേര് നോട്ട് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ സമാന്തരമായിട്ടും ജാലിക പോലും കാണപ്പെടുന്ന ഇലകളുള്ള ചെടികളുടെ പേരുകൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തു വരണം. ഇത് ജാലിക വിന്യാസവും സമാന്തര വിന്യാസവുമാണ് അതിന്റെ പ്രത്യേകതകളാണ് ഇത് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ വളരുന്നതിന് പേര് പലതരം റൂട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ചിലതിന്റെ റൂട്ടുകൾ നമുക്കറിയാം നല്ല കട്ടിയുള്ള റൂട്ടുകളായിരിക്കും. ആൽമരത്തിന്റെ റൂട്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ല കട്ടിയുള്ള റൂട്ടുകളാണ്. പിന്നെ ചിലതിന്റെ റൂട്ട് വളരെ നേരിയ വേരുകളായിരിക്കും. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള റൂട്ടുകൾ ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങനെ വേരുകൾ മുകളിലേക്ക് വളരുന്നത് താഴത്തേക്ക് വളരുന്നതുണ്ട്. എന്നാൽ തണ്ടിൽ വളരുന്ന വേരുകളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ദ്വിബീജ സസ്യങ്ങളും ഏകബീജ സസ്യങ്ങൾ അഥവാ മോണോകോട്ട് ഡൈക്കോട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാഠഭാഗം എന്താണ് അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കുറച്ച് വിലയിരുത്തൽ കാര്യങ്ങളുമുണ്ട്. പിന്നെ കുറച്ച് എക്സ്പെരിമെന്റ് കൂടി ഉണ്ട് ഇതിൽ ബാക്കി. അതുകൂടി അതിന്റെ റിസൾട്ടും കൂടി ഉൾപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ എന്താണ് നമുക്ക് എടുക്കാം. ഓക്കെ. പിന്നെ ഇത്ര പഠിച്ചാൽ മതി. എന്താണ് വിത്ത്, വിത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ്, അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശം വേണം, ജലം വേണം, മണ്ണ്, വായു വേണം, താപനില വേണം. പിന്നെ എങ്ങനെയാണ് ഒരു വിത്ത് എന്ത് ചെയ്യുക മുളക്കുന്നത്. പിന്നെ പരീക്ഷണം പറയാം. വിത്ത് മുളക്കുന്നത് നമുക്ക് ബീജമൂലം ഉണ്ടാവും, ബീജപത്രം ഉണ്ടാവും, ബീജശീർഷം ഉണ്ടാവും. ബീജമൂലത്തിൽ നിന്നും വേരും ബീജശീർഷത്തിൽ നിന്നും തണ്ടും ഇലയും വളർന്നിട്ടാണ് ഉണ്ടാവുക. ബീജപത്രത്തിലാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ. പിന്നീട് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞ ഒരു നൂതന സാങ്കേതിക വിദ്യ. മണ്ണില്ലാതെ പോഷകമേന്മയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതി. പിന്നെ സസ്യങ്ങൾ വിത്തിൽ നിന്നും മാത്രമല്ല മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്നും എന്താണ് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നത് നമ്മൾ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം എന്താണ് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. താങ്ക് യു.